നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിനും തിരശ്ശീല വീണു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരിക്കാൻ കന്യാകുമാരിയിലെത്തി. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മോദി ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ വിവാദമായി. റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ വരുന്നതുവരെ ഗാന്ധിജിയെ ലോകം അറിഞ്ഞിരുന്നില്ലെന്നും മാർട്ടിൻ ലൂഥർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും പോലെ ലോകം അറിയേണ്ട ആളായിരുന്നു ഗാന്ധിയെന്നുമാണ് മോദി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലത്തെ വർഗീയ പ്രസംഗങ്ങൾക്കെതിരെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ന് പ്രതികരിച്ചു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇതുപോലെ വിഭജന സ്വഭാവമുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടില്ലെന്ന് ഡോക്ടർ സിംഗ് ഓർമ്മിപ്പിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഗാന്ധി നിന്നയോ? ലോകം ഗാന്ധിജിയെ അറിഞ്ഞത് സിനിമയിലൂടെയോ? മോദിയുടേത് ചരിത്ര നിഷേധമോ? കന്യാകുമാരിയിൽ രാഷ്ട്രീയ ധ്യാനമോ? ഈ ചർച്ചയിൽ ശ്രീ എം എൻ കാരശ്ശേരി അധ്യാപകൻ, ശ്രീ സന്ദീപ് വാര്യർ BJP, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ഡോക്ടർ വി ശിവദാസൻ CPM എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ എം എൻ കാരശ്ശേരി, ടൈം മാഗസിന്റെ കവറിൽ 3 തവണ വന്നിട്ടുള്ള 5 തവണ നൊബേൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ആ കാലത്തെ മാനദണ്ഡങ്ങൾ അതിനനുസൃതമല്ലാത്തത് കാരണം മാത്രം നൊബേൽ സമ്മാനം കിട്ടാതിരിക്കുകയും ചെയ്ത ആളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ, ലൂയി ഫിഷർ 1942 അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ താമസിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകം എഴുതുന്നത്. ധാരാളം എഴുത്തുകാർ, ജോർജ് ഓർവെൽ മുതൽ പേളസ് ബക്ക് വരെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എനിക്ക് 1982 ഇറങ്ങിയ സിനിമയാണ് ലോകത്തിന്, ഇവിടെയല്ല ലോകത്തിന് ഗാന്ധിജിയെ പരിചയപ്പെടുത്തിയത് എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാകും? അഭിലാഷ്, ഈ പറയുന്ന ആളുടെ ലോകം എത്ര ചെറുതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രി ഗാന്ധിജിയുടെ പ്രശസ്തിയെപ്പറ്റിയും അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരത്തെപ്പറ്റിയും എത്രമാത്രം അജ്ഞനാണ് എന്നാലോചിച്ചിട്ട് എനിക്ക് ശരിക്കും നാണക്കേട് തോന്നുന്നുണ്ട്. അദ്ദേഹം ഗാന്ധിയുടെ നാട്ടുകാരനാണ്. ഗുജറാത്തിലാണ് ഗാന്ധി ജനിച്ചു വളർന്നത്. ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ശ്രീ മോദി. അദ്ദേഹം 2001 തൊട്ട് 2014 വരെ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ 2014 തൊട്ട് ഈ 10 കൊല്ലം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇങ്ങനെയൊക്കെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഗാന്ധിയുടെ വലിപ്പം എന്താണ്, അത് അദ്ദേഹം എന്നാണ് അറിയപ്പെട്ടു തുടങ്ങിയത്, എന്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടത് എന്നൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. ഗാന്ധി വളരെ പ്രസിദ്ധമായ സമ്പന്നമായൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അവിടുത്തെ പോർബന്തറിലെ പ്രധാനമന്ത്രി, അതാണ് ദിവാൻ എന്ന് പറയുന്നത്, ദിവാൻ കാബ ഗാന്ധിയുടെ മകനാണ്. 1888 അദ്ദേഹം ലണ്ടനിൽ പഠിക്കാൻ പോയി. 1893 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ വക്കീലായിട്ട് പോയിട്ട് പിന്നെ അവിടുത്തെ ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തിക്കുമ്പോൾ 1909 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം വരുന്നത്, ഹിന്ദു സ്വരാജ്. ആ കൊല്ലം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇറങ്ങുന്നുണ്ട്. ആ ജീവചരിത്രം എഴുതിയത് ഒരു ഇന്ത്യക്കാരനല്ല, ഒരു ന്യൂസിലാൻഡുകാരനാണ്, ഒരു ക്രിസ്ത്യൻ പാതിരിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് റെവറൻഡ് ജോസഫ് ഡോക്ക് എന്നാണ്. 1909 ആ പുസ്തകം വന്നു. 1909 അതിൻ്റെ ഇന്ത്യൻ പതിപ്പ് ഇന്ത്യയിലെ ഇറങ്ങുന്ന 1919 10 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ അന്നേ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഇരിക്കുമ്പം തന്നെ അദ്ദേഹത്തിന് ആരോടൊക്കെയാണ് ബന്ധം? ഒരു ബന്ധമുള്ള പ്രധാനപ്പെട്ട ആൾ ടോൾസ്റ്റോയിയാണ്. അവർ നമുക്ക് കണ്ടിട്ടില്ല. അവിടെ അദ്ദേഹം ടോൾസ്റ്റോയ് ഫാം ഉണ്ടാക്കും. അങ്ങനെ എന്തൊക്കെ 1924 പ്രസിദ്ധ ഫ്രഞ്ച് ചിന്തകൻ റൊമൈൻ റോളണ്ട് ഗാന്ധിയുടെ ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിക്കും. അത് ഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മലയാളത്തിൽ വന്നിരുന്നു. നമ്മുടെ കേസരി ബാലകൃഷ്ണപിള്ള അത് പരിഭാഷപ്പെടുത്തിയിട്ട് 1938 എൻ്റെ ഓർമ്മ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2000-ഓളം പുസ്തകം ഗാന്ധിയെപ്പറ്റി ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ. 2000-ഓളം പുസ്തകം. അപ്പോൾ വലിയ ലൈബ്രറികളിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തീൻമൂർത്തി ലൈബ്രറിയിൽ ഡൽഹിയിൽ ഞാനവിടെ പ്രവൃത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഗാന്ധിയാന എന്നൊരു സെക്ഷൻ തന്നെയുണ്ട്. ഗാന്ധി എഴുതിയതും ഗാന്ധിയെ പറ്റി എഴുതിയതും. ഗാന്ധി എഴുതിയത് തന്നെ 1,00,000 പേജുണ്ട്. ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് MK ഗാന്ധി എന്ന് പറഞ്ഞത് 100 വോള്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ 1931 അദ്ദേഹം പട്ടമേ സമ്മേളനത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്നത്, ഈസ്റ്റ് ലണ്ടനിൽ അദ്ദേഹം താമസിക്കുന്ന ചെറിയ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണാൻ വരുന്ന ഒരാളുടെ പേര് ചാർലി ചാപ്ലിൻ എന്നാണ്. വേറെ ഒരാളുടെ പേര് ബെർട്രൻഡ് റസ്സൽ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി ആരാണ് എഴുതാതെ പറയാതെ ഉള്ളത്? അപ്പോൾ ഈ ലോകം മുഴുവൻ, ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം 1948 ആഗസ്റ്റ് 15 തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച സ്റ്റാമ്പ് ഇറങ്ങും. ഇന്ത്യയിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് ആദ്യമായിട്ട് ഇറങ്ങായിരുന്നു. 1969 ഗാന്ധിയുടെ ജന്മശതാബ്ദി തൊട്ട് നോട്ടിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി.
അപ്പോൾ എത്രയോ നാടിൻ്റെ സ്റ്റാമ്പുകളിൽ അദ്ദേഹം ഉണ്ട്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഒരു 40ഓളം രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിമകളുണ്ട്. എവിടെയാണ് അദ്ദേഹം പാഠ്യവിഷയമല്ലാത്തത്? ജനാധിപത്യത്തെപ്പറ്റിയോ മതേതരത്വത്തെപ്പറ്റിയോ പുതിയ ലോകത്തെപ്പറ്റിയോ പോളിഫോണിയെപ്പറ്റിയോ ഒക്കെ പഠിക്കുന്ന ലോകത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇവിടുന്ന് രണ്ടാളെ പറ്റിയേ പഠിക്കാനുള്ളൂ, ഒന്ന് ഗാന്ധി അല്ലെങ്കിൽ നെഹ്റു. അപ്പോൾ ഇത്ര വലിയൊരു മനുഷ്യനെ പറ്റി അദ്ദേഹം താരതമ്യപ്പെടുത്തുന്ന ആരോടാണ്? അവരൊന്നും ചെറിയ ആളുകളല്ല, പക്ഷെ ഗാന്ധിയോട് താരതമ്യപ്പെടുത്താൻ ഒന്നുമില്ല. കാരണം ഗാന്ധിയുടെ വഴിക്ക് നടന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളാണ് മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും. പിന്നെ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയില്ലാന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത്ര ചെറിയൊരു മനസ്സായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. നെൽസൺ മണ്ടേല അവിടെ പ്രസിഡന്റായി, മാർട്ടിൻ ലൂതർ കിങ് അതും ആയിട്ടില്ല. അദ്ദേഹം അവിടുത്തെ ആഫ്രിക്കൻ അമേരിക്കക്കാർക്കെതിരായിട്ടുള്ള വിവേചനത്തിനായി സമരം ചെയ്യായിരുന്നു. അതിൽ അവർ ഉദ്ദേശിച്ചത്, അവർ പറഞ്ഞത് ജനാധിപത്യത്തിന് ആധുനിക കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനം അഹിംസയാണ് എന്നാണ്. അഹിംസ അത് ചെറിയ സംഗതിയല്ല, അത് പ്രായോഗികമാണ് എന്ന് കാണിച്ചു എന്നുള്ള നിലയ്ക്കാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ തന്ത്രജ്ഞന്മാരിൽ, രാഷ്ട്രമീമാംസകരിൽ, തത്വചിന്തകരിൽ ഒരു വലിയ ആളായിട്ട് ഗാന്ധി നിൽക്കുന്നത്. അതേ രണ്ട് തത്വമാണ് പറഞ്ഞത്, ഒന്ന് സത്യം, വേറൊന്ന് അഹിംസ. അപ്പോൾ ഏതൊക്കെ നാട്ടിൽ നിന്ന് എപ്പോഴൊക്കെ ഈ രണ്ട് കാര്യങ്ങളിലേക്ക് തിരിയുന്നുണ്ടോ അവർക്ക് മാതൃക എന്ന് പറയുന്നത്, അവർക്ക് കാണാനുള്ള നായക രൂപം എന്ന് പറയുന്നത് ഗാന്ധിയാണ്. ഇന്നിപ്പോൾ ഇന്ത്യയുടെ മേൽവിലാസം ഗാന്ധിയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ഗാന്ധിയുടെ നാടാണ് എന്നതാണ് നമ്മുടെ മേൽവിലാസം. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ സംസാരിച്ചത്, ഇതാണ് ശരിക്കും. ഇപ്പം അദ്ദേഹം കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതാണ് ശരിക്ക് ഗാന്ധി നിന്ദ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വളരെ ഓരോ ഇന്ത്യക്കാരനും നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. കാരണം ഗാന്ധിയെപ്പോലൊരു മഹാനായ മനുഷ്യൻ്റെ നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് അദ്ദേഹത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൽ കുറച്ചു കാലം ജീവിച്ചിട്ട് ഈ തരത്തിൽ അദ്ദേഹത്തിൻ്റെ വലിപ്പം തിരിയാതെ പോയല്ലോ. എന്നിട്ട് അത് പറയാൻ അദ്ദേഹത്തിനൊരു നാണക്കേട് തോന്നിയില്ലല്ലോ എന്ന് എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. ശരി, ശ്രീ സന്ദീപ് വാര്യർ, 1982 റിച്ചാർഡ് ആറ്റൻബറോ സിനിമ എടുക്കുന്നതിനും എത്രയോ കാലം മുൻപ് സ്വന്തം ജീവിതകാലത്ത് തന്നെ ലോകമറിഞ്ഞ്, ലോകം പഠിച്ചിട്ടുള്ള, ലോകം ആദരിച്ചിട്ടുള്ള മഹാത്മാവാണ് ഗാന്ധിജി. ഇത് നരേന്ദ്രമോദിക്ക് അറിയാത്തതാണോ, അതോ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിന്റെ ഭാഗമായിട്ട് മുൻ സർക്കാരുകൾ അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഗാന്ധിജിയെ ഇന്ത്യക്ക് വെളിയിൽ പ്രൊജക്ട് ചെയ്തില്ല എന്ന് പറയാൻ ശ്രമിച്ചതാണോ? അഭിലാഷേ, ഇന്ന് മോദിജിയുടെ താങ്കൾ ഉദ്ദേശിക്കുന്ന ആ ഇന്റർവ്യൂവിന്റെ ഭാഗം ഒന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? തർജ്ജമയോട് കൂടിയിട്ട് മലയാളം സബ് ടൈറ്റിലോട് കൂടി ഒന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? കാരണം MN കാരശ്ശേരിയെങ്കിലും കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ല, മലയാളം സബ് ടൈറ്റിൽ ഇടാൻ കുറച്ച് താമസിക്കും. ഞാൻ വേണമെങ്കിൽ ഞാൻ ആ പറഞ്ഞ ഭാഗം മലയാളീകരിച്ച് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം, മതിയോ? ആ പറഞ്ഞ ഭാഗം അല്ല, അത് കാണിക്കണം. കാരണം നിങ്ങളുടെ ഹെഡിങ് മോദി ഗാന്ധിയെ അവഹേളിച്ചോ എന്ന രീതിയിലാണല്ലോ ഹെഡിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ MN കാരശ്ശേരി പറഞ്ഞു വെച്ചതും ആ രീതിയിലാണ്. ആ ചോദ്യമോ ആ ഉത്തരമോ ഗാന്ധിജിയെ ഏതെങ്കിലും തരത്തിൽ നിന്ദിക്കുന്നതോ ഗാന്ധിയുടെ ഏതെങ്കിലും തരത്തിലുള്ള മഹാത്മ്യത്തെ കുറച്ച് കാണിക്കുന്നതായിരുന്നില്ല. മറിച്ച് മഹാത്മാഗാന്ധിയെ എപ്രകാരം നമ്മൾ ഉയർത്തി കാണിക്കണമായിരുന്നു, എപ്രകാരം ബ്രാൻഡ് ചെയ്യണമായിരുന്നു, എപ്രകാരം ലോകത്തിന് പരിചയപ്പെടുത്തണമായിരുന്നോ അതിൽ നമ്മൾക്ക് വീഴ്ച പറ്റി എന്നും, ഗാന്ധിയെ കൂടുതലായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ലോക സാഹചര്യത്തിൽ, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഗാന്ധിയുടെ ദർശനത്തിൽ ഉത്തരമുണ്ട് എന്നും പറഞ്ഞു വെച്ച കാര്യത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് നരേന്ദ്രമോദി ഗാന്ധിയെ അവഹേളിച്ചു എന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ MN കാരശ്ശേരിയെ പോലെ ഒരാൾക്ക് കഴിയുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഹിന്ദി അറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അദ്ദേഹം ആ അഭിമുഖം കാണാതെ മലയാള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചത് കൊണ്ടോ ആയിരിക്കണം. അതുകൊണ്ടാണ് ശ്രീ കാരശ്ശേരി മാഷ് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടോട്ടെ എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. അത് കാണാതെ ഇരുന്നിട്ട് ഇങ്ങനെ എവിടുന്നോ കേട്ട്, അതായത് റീഡ് ബിഫോർ യു കോട്ട് എന്ന് പറയുമല്ലോ, അദ്ദേഹം വായിക്കാതെയും കാണാതെയും അഭിപ്രായം പറയുകയാണ്. അദ്ദേഹം എവിടുന്നോ കേട്ട ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുന്നത് മാത്രമാണ്. അതിലപ്പുറം ആ അഭിമുഖത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും വാസ്തവത്തിൽ ഗാന്ധിയുടെ ദർശനങ്ങളെ ഉയർത്തി കാണിക്കുന്നതിൽ നമുക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഞാൻ യോജിക്കുകയാണ്. ഇപ്പം ചാർലി ചാപ്ലിൻ അടക്കമുള്ള ലോകത്തെ പ്രശസ്തരായിട്ടുള്ള പല ആളുകളും ഗാന്ധിയിൽ ഇൻസ്പയർഡ് ആയിരുന്നു എന്നുള്ളത് ഒരു തർക്കവുമില്ല. പക്ഷേ നോർത്ത് അമേരിക്കയിലെയോ അതല്ലെങ്കിൽ ആഫ്രിക്കയിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിലെയോ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് ഗാന്ധിയെ പരിചയപ്പെടുത്തുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് മോദി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഞാൻ ഉദാഹരണത്തിന് അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധി അയച്ചൊരു കത്ത് വായിക്കാം, അപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇന്ന് എന്താണോ നരേന്ദ്രമോദി പറഞ്ഞത് അതേ വാചകങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കത്തിൽ
ഡിസംബർ 2, 1982 ഇന്ദിരാഗാന്ധി ഒരു അമേരിക്കൻ സുഹൃത്തായിരുന്ന ഡൊറോത്തി നോർമാൻ അയച്ച കത്തിൽ പറയുന്നുണ്ട്, ദ ഗാന്ധി ഫിലിം ഹാസ് ഓപ്പൺ വിത്ത് മച്ച് ഫാൻഫെയർ. ഇറ്റ് ഈസ് ഇംപ്രസീവ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ വേൾഡ് ടു നോ വാട്ട് ഗാന്ധിജി സ്റ്റുഡ് ഫോർ. ലോകം അറിയട്ടെ എന്തിനാണ് ഗാന്ധിജി നിലനിന്നതെന്ന് ലോകം അറിയുന്നതിന് ഇത് നല്ലതാണ് ഇന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞതിന്റെ അർത്ഥം അതിനു മുമ്പ് ലോകത്തിന് അറിയുമായിരുന്നില്ല എന്നാണോ? അങ്ങനെയല്ല. സിനിമകൾ ഈ ലോകത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പൊ ഗാന്ധിജിയുടെ മുഴുവൻ സാഹിത്യ സർവസ്വം, അദ്ദേഹം എഴുതിയ മുഴുവൻ സാഹിത്യ സൃഷ്ടികളും വായിച്ച് ഗാന്ധിയെ വിലയിരുത്താൻ ലോകത്തെ സാധാരണക്കാരന് കഴിഞ്ഞു എന്ന് വരില്ല. അല്ലെങ്കിൽ ചാർലി ചാപ്ലിനോ മാർട്ടിൻ ലൂതർ കിങ്ങോ നെൽസൺ മണ്ടേലയോ ഗാന്ധിയെക്കുറിച്ച് എന്തു പറഞ്ഞു എന്നത് വായിച്ച് വിലയിരുത്തുന്ന അല്ല സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ. അവരുടെ ഇടയിലേക്ക് ഗാന്ധിയുടെ സന്ദേശം എത്തിക്കാൻ 82-ൽ ഇറങ്ങിയ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ള കാര്യം അത് പറഞ്ഞത് ഇന്ദിരാഗാന്ധി കൂടിയാണ്. ഇതേ കാര്യമാണ്, ഇതേ വസ്തുതയാണ് ഇന്ന് നരേന്ദ്രമോദിയും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നരേന്ദ്രമോദി ഉടനെ ഗാന്ധി വിരുദ്ധനാക്കി. നോക്കൂ, നരേന്ദ്രമോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മുതൽക്ക് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രയത്നം നടത്തിയിട്ടുണ്ട്. അവിടെ ഏതൊക്കെ വിദേശ അതിഥികൾ വരുന്നു അവരെ മുഴുവൻ സബർമതി ആശ്രമത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് മാത്രമല്ല, അഹമ്മദാബാദിൽ നടക്കുന്ന എല്ലാ ഈവന്റുകളിലും അവിടെ വരുന്ന അതിഥികൾക്കും ഡെലിഗേറ്റ്സിനും മുഴുവൻ അവിടെ സമ്മാനമായി കൊടുത്തിരുന്നത് ചർക്കയായിരുന്നു. ഞാൻ നേരിട്ട് പ്രവാസി ഭാരതീയ ദിവസിൽ അവിടെ പങ്കെടുത്തപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗുജറാത്ത് ഗവൺമെന്റ് സമ്മാനമായി ആളുകൾക്ക് കൊടുക്കുന്നത് ചർക്കയാണ്. അവിടെ ഗാന്ധിയുടെ പുസ്തകങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഗാന്ധിയെ മാത്രമല്ല, ഇവിടെ കോൺഗ്രസ് തിരസ്കരിച്ച, കോൺഗ്രസ് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിയിട്ട, അതിൽ കോൺഗ്രസ് ഒരു കാലത്തും പുറത്തു വരരുത് എന്ന് ആഗ്രഹിച്ച സർദാർ പട്ടേലിനെയും അംബേദ്കറെയും ഒക്കെ ആ ഇതിഹാസങ്ങളെ മുഴുവൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിയത് നരേന്ദ്രമോദിയുടെ പരിശ്രമങ്ങൾ. ഒരു കാര്യം കൂടി പറയട്ടെ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ അത് ഗാന്ധി ദർശനങ്ങൾ ഊന്നിയിട്ടുള്ളതാണ്. സ്വച്ഛ ഭാരത് ആണെങ്കിലും, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതാണെങ്കിലും, അതുപോലെ തന്നെ അന്താരാഷ്ട്ര യോഗാ ദിനമാണെങ്കിലും, നിരവധിയായിട്ടുള്ള മോദി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ മുഴുവൻ ഗാന്ധിയൻ ദർശനങ്ങൾ ഊന്നി നിന്നിട്ടുള്ളതാണ്. അപ്പൊ ഗാന്ധിയെ മോദി അവഹേളിച്ചു എന്ന നറേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ 2 മാസക്കാലമായി മാതൃഭൂമി എടുത്തുകൊണ്ടിരിക്കുന്ന പണി ഈ 4-ാം തീയതി വരെ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിങ്ങൾ നടത്തിയിട്ടുള്ള പരിപാടികളൊന്ന് വായിച്ചു തരാം. ഒരു സെക്കൻഡ് ഒന്ന് നിങ്ങൾ കേൾക്കണം. അവിടെ പ്രേക്ഷകരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ ചർച്ചകളുടെ ഹെഡിങ്ങുകൾ ഞാൻ സമ്മാനിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 1, സാമുദായിക ധ്രുവീകരണം മോദിയുടെ അവസാനത്തെ ആയുധമോ? ചർച്ച. BJPക്ക് ആയുധം വർഗീയത മാത്രമോ? അടുത്ത ചർച്ച. BJPയുടെ ആത്മവിശ്വാസം കുറഞ്ഞോ? അടുത്ത ചർച്ച. ജയിക്കാൻ മോദിക്ക് കടന്ന കയ്യോ? അടുത്ത ചർച്ച. വോട്ടിന് വിദ്വേഷമോ ജയിക്കാൻ വർഗീയത പറയണോ? അടുത്ത ചർച്ച. BJP പ്രകടനപത്രികയിൽ തൊഴിലിനെ കുറിച്ച് മിണ്ടാത്തതെന്ത്? അടുത്ത ചർച്ച. ഇലക്ട്രൽ ബോണ്ട് BJPക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ കളിയോ? ഒരു ചർച്ച. അടുത്ത ചർച്ച. ഇലക്ട്രൽ ബോണ്ട് നിയമവിധേയ കൈക്കൂലിയോ? വേറെ ചർച്ച. SBI BJP താല്പര്യം സംരക്ഷിക്കുന്നോ? അടുത്ത ചർച്ച. ഇനി കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾ ചർച്ചയോ? ഇന്ത്യയുടെ ഉയിർപ്പോ? തരംഗമാകുമോ രാഹുൽ? പിന്നെ കരുത്തനായോ കേജ്രിവാൾ? അപ്പോ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ കഴിഞ്ഞ 2 മാസക്കാലം ഓവർ ടൈം പണിയെടുത്തത്? അതിനി ആരുടെയൊക്കെ എവിടുന്നൊക്കെയുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? നിങ്ങളാണ് തുറന്നു പറയേണ്ടത്. ജനങ്ങളെ ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. നിങ്ങൾ നന്നാവുന്ന പ്രതീക്ഷ എനിക്കില്ല. അല്ല, സ്വന്തം നിലയിൽ സ്വന്തം ബോധ്യത്തിൽ പറഞ്ഞാൽ പോരെ? അതിലിപ്പോ ആരെങ്കിലും സഹായിക്കണോ? ഇതൊക്കെ അങ്ങനെ അല്ല എന്ന് എനിക്ക് അവകാശവാദം ഇല്ല. അതിപ്പോ ജൂൺ 4-ാം തീയതി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് അങ്ങ് പറയുന്നതിന്റെ ബോധ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോ ജൂൺ 4 കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കും. ഇപ്പോ ഇലക്ഷൻ നിങ്ങൾ ജയിച്ചു എന്ന് കരുതി ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ വിമർശനം ഉപേക്ഷിക്കേണ്ടി വരുമോ? അതിന് പുറത്തുനിന്നാരുടെ സഹായം ഒന്നും വേണ്ട, സ്വന്തം നിലയ്ക്ക് ചെയ്യാം. വിമർശനമായിരുന്നില്ലല്ലോ, പെയ്ഡ് ക്യാമ്പയിൻ ആയിരുന്നല്ലോ. എവിടെ പെയ്ഡ് ക്യാമ്പയിൻ? വിമർശനമായിരുന്നില്ല, പെയ്ഡ് ക്യാമ്പയിൻ ആയിരുന്നു. ആര് പേ ചെയ്ത ക്യാമ്പയിൻ? പെയ്ഡ് ക്യാമ്പയിൻ ആയിരുന്നു. ആര് പേ ചെയ്ത ക്യാമ്പയിൻ? എല്ലാം പുറത്തു വരുന്നേ. ഞാൻ വെല്ലുവിളിക്കാണ്. ആര് പേ ചെയ്ത ക്യാമ്പയിൻ? പെയ്ഡ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസ തരണ്ടേ? ആര് പേ ചെയ്ത ക്യാമ്പയിൻ സന്ദീപ്? ഞാൻ പറയാം. അഭിലാഷ് മോഹൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്ന് കേരളത്തിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ എങ്ങനെയാണ് ചില പ്രത്യേക വിഭാഗങ്ങൾ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് അവിടെ ഈന്തപ്പഴവും വണ്ടിപ്പരിപ്പും തരുന്നത്, എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് വിരുന്നൊരുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് വേദികൾ തരുന്നത്, അങ്ങനെയൊക്കെ പല ആളുകളും ഇവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയിപ്പിക്കണ്ട. പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുമുണ്ട്, നിങ്ങളും ആ ടീമിലുണ്ട്. എന്താണ് നേരത്തെ പറഞ്ഞതോ അതൊന്നും
വാങ്ങിച്ചിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ BJP-യെ കുറിച്ച് സംസാരിക്കുക, BJP-യെ നിങ്ങൾ പോയിട്ടില്ലേ? നിങ്ങൾ ദുബായിലും നിങ്ങൾ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ആരുടെയൊക്കെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് പോയി എങ്ങനെയൊക്കെ BJP വിരുദ്ധ ക്യാമ്പയിന്റെ പങ്കാളിയായി മാറുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 2 മാസക്കാരെടുത്ത പണി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ പണി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 2 മാസക്കാലം നിങ്ങളെടുത്ത BJP വിരുദ്ധ പണിയാണ് ഞാൻ അവിടെ വായിച്ചത്. 2 മാസക്കാലം നിങ്ങളെടുത്ത BJP വിരുദ്ധ പണിയാണ് ഞാൻ വായിച്ചത്. അതെന്ന് ആ പണിക്ക് അതെല്ലാം BJP വിരുദ്ധ പണി. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. 4-ാം തീയതി ജനങ്ങൾ ഇതിനൊക്കെ മറുപടി തരും. 4-ാം തീയതി ജനങ്ങൾ ഇതിനൊക്കെ മറുപടി തരും. അഭിലാഷ്, 4-ാം തീയതി മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള നിങ്ങൾ നടത്തിയിട്ടുള്ള BJP വിരുദ്ധ പ്രചരണം, രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ അവരുടെ മുന്നണിക്കും കോൺഗ്രസിനും അനുകൂലമായി നടത്തിയിട്ടുള്ള പണികൾ പരാജയപ്പെടാൻ അതിപ്പോ 4-ാം തീയതി എന്ത് ആകാശം ഇടിഞ്ഞു വീണാലും ഓരോ മാധ്യമത്തിനും ഓരോ എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ടാവും, നിലപാടുണ്ടാവും, ബോധ്യങ്ങൾ ഉണ്ടാവും, അത് പറയും. അത് ഒന്നാമത്തെ കാര്യം. അതിപ്പോ 4-ാം തീയതി എന്ത് സംഭവിച്ചാലും അങ്ങനെ അത് ഒന്നാമത്തെ കാര്യം. 2, താങ്കൾ പറഞ്ഞു പെയ്ഡാണെന്ന്. ഈ പെയ്ഡാണ് എന്ന് പറഞ്ഞ കാര്യത്തെ തെളിയിക്കാൻ താങ്കൾക്ക് ഏത് വിധേനയും താങ്കൾക്ക് അത് തെളിയിക്കാം. അത് താങ്കളോടുള്ള ഓപ്പൺ ആയിട്ടുള്ള ചലഞ്ചാണ്. താങ്കൾക്ക് അത് പെയ്ഡാണ് എന്നുള്ളത് തെളിയിക്കാം. പിന്നെ വിവിധ പരിപാടികൾ, അതിപ്പോ പല ആളുകൾ സംഘടിപ്പിക്കുന്നതാകാം, പല എന്താ പറയാ, അത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള വേദികളിൽ പോവാം. അത് ചിലപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഫസൽ ഗഫൂർ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? ഫസൽ ഗഫൂർ എന്താണ് പറഞ്ഞത്? ഫസൽ ഗഫൂർ പറഞ്ഞത് അഭിലാഷ് അടക്കമുള്ളവർ ആദിത്യം സ്വീകരിച്ചിട്ടുണ്ട്. ആളാക്കി മാറ്റുന്നു. നിങ്ങൾ അവരുടെ നാവായി മാറുന്നു. മുസ്ലിം സംഘടനകളെയും നാവായി മാറുന്നു. നിങ്ങൾ ദുബായിലേക്ക് പോകുന്നു. നിങ്ങൾ പല സംഘടനകൾ ആദിത്യം സ്വീകരിക്കുന്നു. അവർ ആദിത്യം സ്വീകരിക്കുന്നയാളാണ്. നിങ്ങൾക്ക് BJP യുടെ അജണ്ടയുണ്ട്. ഞാൻ ദുബായിൽ ഏത് സംഘടനയുടെ മുന്നോട്ട് പോകുന്നയാളാണ്. നിങ്ങളത് പോകൂ. നിങ്ങൾ പോയിട്ടുണ്ട്. എവിടെ പോയി? നിങ്ങൾ നിരവധി ആളുകളുടെ നിരവധി ഡൂബിയസ് ആയിട്ടുള്ള സംഘടനകളെ ആദിത്യം സ്വീകരിച്ചവരാണ്. ഏത് സംഘടനയുടെ മാധ്യമപ്രവർത്തകർ, ഏത് സംഘടനയുടെ, ഏത് സംഘടന, ഏത് അടക്കമുള്ളവർ, നിങ്ങൾ അടക്കമുള്ള ആളുകളുണ്ടല്ലോ. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഗോൾ പോസ്റ്റ് മാറ്റി കൊണ്ടുപോകല്ലേ? ഇസ്ലാമിയുടെ കൂടെ പോയവരാണ്. ഡ്യൂബിയസ് ആയ സംഘടനയുടെ ആദിത്യം സ്വീകരിച്ചവരുടെ ഏത് സംഘടനയുടെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയുടെ ആദിത്യം സ്വീകരിച്ചു ഇസ്ലാമിയുടെ പരിപാടികൾ പോയിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് പരിപാടിക്ക് ഞാൻ പോയി? ഒരു പരിപാടി പറ. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി നിങ്ങൾ പോയിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് പരിപാടിക്ക് പോയി പറ. ഇസ്ലാമി അടക്കമുള്ള നിരവധി ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് പരിപാടിക്ക് ഞാൻ പോയി പറ. നിങ്ങൾ കാണിച്ചു തരാന്നേ. എവിടെ കാണിക്കാം? ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് പരിപാടിക്ക് പോയി? എവിടെ പരിപാടി പോയി? നിങ്ങൾ KMCC പരിപാടിക്ക് പോയിട്ടുണ്ട്. എവിടെ പോയി? KMCC പരിപാടിക്ക് പോയിട്ടുണ്ട്. എവിടെ പോയി? ലീഗിന്റെ ആദിത്യം സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ട്. എവിടെ പോയി? അവർ ഫണ്ട് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്ക് ഞാൻ എവിടെ പോയി? ലീഗിന്റെ പരിപാടിക്ക്, KMCയുടെ പരിപാടിക്ക് എവിടെ പോയി? ഞാൻ MSF സംസ്ഥാന സമ്മേളനത്തിൽ സെമിനാറിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അത് പറയേ. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ശമ്പളം വാങ്ങിയിരുന്ന ആളല്ലേ? എന്ത് ശമ്പളം? എപ്പോ ശമ്പളം വാങ്ങിച്ചു? ഞാനൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നത് ശമ്പളം വാങ്ങിക്കാനാണ്. ശമ്പളം വാങ്ങിച്ചു ജോലി ചെയ്യുന്നത് നിങ്ങൾ അജണ്ടയുണ്ട്. അജണ്ടയല്ല, ജോലിയാണ്. അവിടെ BJP വിരുദ്ധ പറഞ്ഞ ആൾക്കാരെ കൊടുക്കുള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോ ജോലി എന്താ? നമ്മൾ സംസാരിക്കുന്ന വിഷയം, നമ്മൾ സംസാരിക്കുന്ന വിഷയം, ഞാൻ ജേർണലിസ്റ്റ് ആണ്. ജേർണലിസ്റ്റ് ചെയ്യുന്ന പണിക്കാണ് ഏത് സ്ഥാപനമായാലും. ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ശമ്പളം വാങ്ങിച്ചിട്ടുള്ളത് പണിയെടുത്തിട്ടാണ്. എന്റെ സന്ദീപേ BJP വിരുദ്ധ അജണ്ട ഒന്നുമല്ല. കുഴപ്പമില്ലെന്നേ ഇത് പറഞ്ഞുകൊണ്ട് ഞാനൊരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ സാമൂഹ്യ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെന്റെ ബോധ്യമാണ്. പിന്നെ ഞാൻ നയിച്ചേ തീർത്തുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഞാൻ ഒരുത്തന്റെ ഒരു ഓശാരവും വാങ്ങിയിട്ടില്ല, ഒരു ചായ ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പൊ അതെനിക്ക് എനിക്ക് അഭിപ്രായം പറയാൻ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ MES വേണ്ടി നയിച്ചോ? എന്ത് മുസ്ലിം ലീഗിന് വേണ്ടി നയിച്ചോ? എന്ത് മുസ്ലിം ലീഗ്, എന്ത് MES, എന്ത് ജമാഅത്തെ ഇസ്ലാമി? ഞാൻ മീഡിയ വൺ ചാനലിൽ പണം വാങ്ങി ജോലി ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്യുന്നതും എന്തെങ്കിലും ആനുകൂല്യം പറ്റുന്നതും രണ്ടാണ്. അറിയാത്തല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പണം വാങ്ങിയവർ കൂടുതൽ ന്യായീകരണം പറയരുത്. എന്ത് ന്യായീകരണം? ഇപ്പൊ താങ്കൾ കുറെ ടൈറ്റിൽ വായിച്ചല്ലോ. ആ ടൈറ്റിലൊക്കെ 4-ാം തീയതി ഇപ്പൊ കുറെ ടൈറ്റിൽ വായിച്ചല്ലോ. 4-ാം തീയതി ആകുമ്പോ ഈ ടൈറ്റിലൊക്കെ ആവിയായി പോകുന്ന സ്വപ്നം കണ്ടോ? അത്രേ ഉള്ളൂ. അതിനിപ്പോ അത് പറഞ്ഞ് നമ്മൾ ഗാന്ധിജിയുടെ വിഷയം ഡൈവേർട്ട് ചെയ്യണ്ട. കാരശ്ശേരി മാഷ്ക്ക് 8 മണിക്ക് പോകുന്നു. അതെ, അതാണ് ഞാനും പറയുന്നത്. സമയം കളയണ്ട. പറഞ്ഞു ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയും.
ഇവിടെ മഹാത്മാഗാന്ധിയെ നിന്ദിച്ച ഒരു പ്രധാനമന്ത്രിക്കെതിരായി ഒരു ചർച്ച വരുമ്പോൾ അത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളിൽ നിന്ന് ആ ചർച്ച ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഹിഡൻ അജണ്ടയുണ്ട്, നിങ്ങൾ പെയ്ഡാണ് എന്ന് പറയുന്നു ഒരു BJP അനുകൂലി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നമ്മൾ ഇതിനപ്പുറം ഒന്നും ജനാധിപത്യം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോൾ ജനത്തിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ അവർ ഇനി ഒന്നും പറയാൻ പാടില്ലെന്നാണോ? അവർ BJP കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നല്ലേ? അല്ലെങ്കിൽ കൈരളി, അല്ലെങ്കിൽ ജയ് ഹിന്ദ്, അതൊക്കെ ഏതെങ്കിലും ഒരു മാധ്യമം, ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, രാഷ്ട്രീയ പാർട്ടിക്ക് പ്രാമുഖ്യമുള്ള സ്ഥാപനമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രാമുഖ്യമുള്ള സ്ഥാപനം എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് എന്താ പറയുന്നത്, മീഡിയ വണ്ണിയാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഈ സംസ്ഥാനത്ത് നമുക്ക് എതിരഭിപ്രായമൊക്കെ ഉണ്ട്. നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണോ? ആ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ടോ? ആ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് വിഭാഗീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സംഘടനയെ നിരോധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ രാജ്യത്ത് വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതനുസരിച്ച് അതിൻ്റെ പോക്കനുസരിച്ച് തന്നെ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റൊരു ചാനലുണ്ടല്ലോ, ആ ചാനലിൽ 9 മണി കഴിഞ്ഞാൽ 9 മണിയോ 10 മണിയോ ആ ചാനലിലെ എഡിറ്റേഴ്സ് വന്നിരുന്ന് പച്ചയായ അവരുടെ രാഷ്ട്രീയ ഭാഗം പറയുന്നുണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? അവർക്ക് അവകാശമുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർ എഡിറ്റേഴ്സ് എന്താ ഒരു ഫോറത്തിൽ വന്നിരുന്നിട്ട് അതിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ അവരുടെ രാഷ്ട്രീയം എന്തെന്ന് പൊതുജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടല്ലോ ഓരോ വിഷയം എടുത്തുകൊണ്ട്. ഈ ഡിബേറ്റിൽ നടക്കുന്നതിന് അപ്പുറത്തേക്കല്ലേ അത്? അപ്പോൾ ആ മാധ്യമപ്രവർത്തകർ അവരുടെ വ്യക്തമായ രാഷ്ട്രീയം ബോധ്യപ്പെടുന്ന പലപ്പോഴെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിൽ അവിടെ കൃത്യമായ ചിലരുടെയെങ്കിലും, ഞാൻ എല്ലാവരും തള്ളി പറയുന്നില്ല, ചിലരുടെയെങ്കിലും രാഷ്ട്രീയം ബോധ്യപ്പെടുത്തക്ക രീതിയിൽ ചർച്ച ചെയ്യാനുണ്ട്. അതിനുള്ള അവകാശം അവിടെ ഉണ്ടെന്നേ. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പെയ്ഡാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് സന്ദീപ് വാര്യരെ പോലെ ഒരാൾക്ക് ചേർന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയതിനെക്കുറിച്ചാണല്ലോ താങ്കൾ പറയുന്നത്. അവർക്കെതിരെ നടപടിയെടുക്കണം. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഭരിക്കുന്നതാരാണ്? എന്ത് വിഭാഗീയതാണ് അല്ലെങ്കിൽ എന്ത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇവർ നടത്തിയിട്ടുള്ളത്? എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? ഇവരെയൊക്കെ പിടിച്ച് അകത്തിടുന്നേ? അതല്ലേ ജനാധിപത്യം? അപ്പോൾ ഞാൻ എന്തായാലും വിഷയത്തിൽ നിന്ന് താങ്കൾ വിചാരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അരമണിക്കൂർ നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു. കാരശ്ശേരി മാഷെ വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ എന്താ ചോദിക്കുന്നത്? ആ വിഷ്വൽ ഒന്ന് പ്രസിദ്ധീകരിക്കൂ എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ വെർബാറ്റം ഞാനൊന്ന് വായിക്കാം. അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം, അദ്ദേഹം ഉദ്ദേശിച്ച പോർഷൻ മാത്രം. Wasn't it our responsibility in these 75 years to make sure that the world knew Mahatma Gandhi? Nobody knows Mahatma Gandhi. It was only when the Gandhi film was made that the world was curious to know who this man was. എന്ന് പറയുന്ന വാചകത്തിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? 1982 ഗാന്ധി എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ലോകത്തെ ജനങ്ങൾ ഗാന്ധിജി ആരെന്ന് അറിഞ്ഞു തുടങ്ങിയത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ വിവരക്കേട്, അറിവില്ലായ്മ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ 2001 മുതൽ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അതിനുശേഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായിരുന്ന ഒരാൾ രാഷ്ട്രപിതാവിനെ കുറിച്ച്, ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ ആദ്യം പഠിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ചാണ്. നമ്മുടെ അഭിമാനമാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തെക്കുറിച്ച്, ആ മഹാമനുഷ്യനെ സംബന്ധിച്ച് ഇത്രയും വിവരക്കേട് പറയുന്ന ഒരു പ്രധാനമന്ത്രി, ഇത്രയേറെ ചരിത്രത്തെ അവഗണിക്കൽ നടത്തുന്ന ഒരു പ്രധാനമന്ത്രി, ഗാന്ധിജിയോട് നീതികേട് കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രി വേറെ ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നേ. ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. 1920 മുതൽ, ഞാൻ മനസ്സിലാക്കുന്ന 1915 അദ്ദേഹം ജനുവരിയിലാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. 1920 മുതൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 1922 മാർച്ച് മാസം 10-ാം തീയതിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് യങ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ, വീക്ക്ലിയിൽ അദ്ദേഹം 3 ആർട്ടിക്കിളുകൾ എഴുതിയതിൻ്റെ പേരിലാണ്. അതിനെ സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ന്യൂസ് പേപ്പറിൽ തന്നെ വലിയ വാർത്തകൾ വന്നിട്ടുണ്ട്. 1922 മാർച്ച് 18-ാം തീയതി ഇല്ലസ്ട്രേറ്റഡ് ബ്രിട്ടീഷ് വീക്കിലിയിൽ അതിനെക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട്. അതിൻ്റെ കോപ്പിയാണിത്. 1922 മാർച്ച് മാസം 18-ാം തീയതി. അതുപോലെ തന്നെ ലാഹോറിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റിൽ റോയിട്ടേഴ്സിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ വാർത്ത വന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നെയ്റോബിയിൽ നടന്ന പ്രതിഷേധത്തെ സംബന്ധിച്ച് അതിൻ്റെ വാർത്ത അതിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വന്നിട്ടുണ്ട്. ഇത് 1900 ആ വർഷം തന്നെയാണ്, 22 വന്നിട്ടുള്ള വാർത്തയാണ്. അതുപോലെ തന്നെ ടൈം മാഗസിനിൽ ഒരിക്കലല്ല, ടൈം മാഗസിനിൽ 3 തവണ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള കവർ സ്റ്റോറി വന്നിട്ടുണ്ട്.
ഏറ്റവും ആദ്യം വരുന്നത് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ദ ടൈം മാഗസിൻ കൊടുക്കുന്നത് 1930-ലാണ്. അതിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ മാസം 5-ാം തീയതി 1931. വളരെ വൈകാരികമായിട്ടാണ് ആ ആർട്ടിക്കിൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എനിക്ക് സമയ ചുരുക്കം മൂലം അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ എനിക്കിവിടെ വായിക്കാൻ കഴിയുന്നില്ല. ആ 3 പ്രാവശ്യവും ഇറക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവർ സ്റ്റോറിയുടെ 3 ചിത്രങ്ങളാണിത്. നിഷേധിക്കാൻ കഴിയുമോ? അത് ഒന്ന് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു 1930 മാർച്ച് 31-ാം തീയതി, മറ്റൊന്ന് 1947 ജൂൺ 30-ാം തീയതി, മറ്റൊന്ന് ജാനുവരി 5-ാം തീയതി 1931. പിന്നെ ഗാന്ധിജിയുടെ മനോഹരമായ ചിത്രങ്ങൾ ഇതൊക്കെ എടുത്തിട്ടുള്ളതും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും അന്തർദേശീയ മാധ്യമങ്ങളിലാണ്. ഇത് പിന്നെ ബെർലിംഗ്ടൺ ഹാർക്ക് ഈവ് എന്ന് പറയുന്ന മാഗസിനിൽ വന്നിട്ടുള്ള പേജ് 5-ലെ ഫുൾ പേജ് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ക്യാപ്ഷൻ എന്താണെന്നറിയാമോ? ദ മോസ്റ്റ് ടോക്ഡ് എബൌട്ട് മാൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളതാണ്. അത് അച്ചടിച്ച് വന്നിട്ടുള്ളത് സെപ്റ്റംബർ മാസം 20, 1931-ലാണ്. നിഷേധിക്കാൻ കഴിയുമോ? പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ നൂൽ നൂൽക്കുന്ന ചിത്രം അതെടുത്തിട്ടുള്ളത് വിദേശ മാധ്യമ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് മാർഗരറ്റ് ബൂർക്ക് വൈറ്റ് എന്നാണ്. അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുന്നത് ലൈഫ് എന്ന മാഗസിനിൽ 1946 മെയ് മാസം 27-ാം തീയതിയാണ്. ആ ലൈഫിൽ ഇതേ ഫോട്ടോ തന്നെ നിരവധി തവണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ അസാസിനേഷനുമായി ബന്ധപ്പെട്ട് ദ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫ്രണ്ട് പേജിലാണ് അദ്ദേഹത്തിൻ്റെ അസാസിനേഷനുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ദ ഗാർഡിയനിൽ വന്നിട്ടുള്ള വാർത്ത, അതുപോലെ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ള വാർത്ത, അതുപോലെ തന്നെ ഡെയിലി ടെലിഗ്രാഫിൽ വന്നിട്ടുള്ള വാർത്ത. അപ്പോൾ ഇത്രയൊക്കെ വാർത്തകൾ വന്നിട്ടുള്ള അന്തർദേശീയ തലത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. കാരശ്ശേരി മാഷ് ചാർലി ചാപ്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ കഥയിൽ പേജ് നമ്പർ 342-ലും 343-ലും അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും അവർ തമ്മിലുള്ള ആശയങ്ങൾ പങ്കുവച്ചതിനെക്കുറിച്ചും വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഈ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ലോകത്ത് ഇങ്ങനെ മജ്ജയും മാംസവും രക്തവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നമുക്ക് പാടായി പോകും എന്നാണ് പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ 10-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഓർമ്മ കുറിപ്പ് താങ്കളൊന്ന് വായിക്കണം, ഇല്ലെങ്കിൽ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ നോക്കൂ, 1961 മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റൽ സ്റ്റാമ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1961 തന്നെ US-ൽ അമേരിക്കയിൽ പോസ്റ്റൽ സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോങ്കോയിലുണ്ട്. 40 രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അസാസിനേഷന് ശേഷം അദ്ദേഹത്തിൻ്റെ ബർത്ത് സെന്റിനറിക്ക് 40 രാജ്യങ്ങൾ 1969 അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റൽ സ്റ്റാമ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ലോകം ആരാധിക്കുന്ന നമ്മുടെയൊക്കെ ലോകത്തിൻ്റെ അഭിമാനമായ ഗാന്ധിജിയെക്കുറിച്ച് ലോകം അറിഞ്ഞത് ഈ 1982 സിനിമ വന്നതിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളുടെ മനോനിലയെ സംബന്ധിച്ച് മാത്രമേ ലോക നേതാക്കൾ പോലും സംശയിക്കൂ. ഇനിയിപ്പോൾ അദ്ദേഹം പറയുന്നത് ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം. അദ്ദേഹം തന്നെ 2018-ലെ മൻ കി ബാത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് പരസ്പര വിരുദ്ധമായിട്ട്. 2019-ൽ അദ്ദേഹം ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹം വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതിയ ലേഖനത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദി തന്നെ ഇതിന് വിരുദ്ധമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും എഴുതി കൊടുത്താകാം. അല്ലെങ്കിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ അത് പലപ്പോഴും എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പുറത്തു കൊടുക്കാറുള്ളത്. ഇപ്പോൾ മാത്രമാണ് അത്തരത്തിൽ ഇല്ലാതെ വന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഏകദേശം ആൾമോസ്റ്റ് പുറത്തായപ്പോഴാണല്ലോ ഇത് കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കാം. ഏതായാലും ഞാനിത് പറഞ്ഞതിനെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനെ സംബന്ധിച്ച് ഇത്ര മ്ലേച്ഛകരമായി ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു കമന്റ് വരാൻ മറ്റെങ്ങും ഇല്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരി, ഡോക്ടർ വി ശിവദാസൻ, കോയി നഹി ജാൻതാ താ മഹാത്മാഗാന്ധി കോ എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം ഈ ഫിലിം ഇറങ്ങുന്നതിന് മുൻപ് ആരും മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന പരാമർശമാണ് വലിയ വിവാദം ഉണ്ടായത്. പിന്നെ സന്ദീപ് പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയെ ലോകം അറിയണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഗാന്ധി നിന്ദയായിട്ടാണോ CPM കാണുന്നത്, അതോ സന്ദീപ് പറയുന്നത് പോലെ ഗാന്ധിയെ പ്രൊമോട്ട് ചെയ്യാണോ? ഒന്ന് അഭിലാഷ്, ഇപ്പോൾ ചർച്ച ഏകദേശം അരമണിക്കൂറിലേക്ക് കഴിഞ്ഞു. ആ അരമണിക്കൂർ പകുതി സമയം കഴിയുന്നതിനിടയിൽ അതിൻ്റെ വലിയൊരു സമയവും ചെലവഴിച്ചിട്ടുള്ളത് അഭിലാഷ് എവിടുന്ന് ചായ കുടിച്ചു, അഭിലാഷ് എവിടുന്ന് ബിരിയാണി കഴിക്കാൻ പോയി, അഭിലാഷ് എവിടെയൊക്കെ യാത്ര ചെയ്തു എന്നുള്ളത്. ഞാനിവിടെ ചർച്ചയ്ക്ക് വന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയല്ല. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രപിതാവ് മഹാനായ ഗാന്ധിജിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന വേദനാകരമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാനാണ്. ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന വേളയിൽ നാഥുറാം ഗോഡ്സെയുടെ രാഷ്ട്രീയം അനുദിനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഗാന്ധിജിയെ അപമാനിക്കുന്ന നിലയിലല്ല, അവഹേളിക്കുന്ന നിലയിലല്ല നരേന്ദ്രമോദി സംസാരിച്ചത് എന്ന് പറയുന്നു നാം കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരെങ്ങനെ പറയുന്നത്? ഇതാ ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എന്താണ് മോദി ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിത് വായിക്കാത്തതുകൊണ്ടല്ല.
ഗാന്ധിജിയെക്കുറിച്ച് മോദി പറഞ്ഞതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടുമല്ല. ഗാന്ധിജിയെ ഗോഡ്സെ ചെറുങ്ങനെ ഒന്ന് വെടിവെച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഗാന്ധിജിയെ എത്രമേൽ അവഹേളിച്ചാലും ഒരു പ്രശ്നവും തോന്നാനിടയില്ല. പക്ഷെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ ലോകത്തിൻ്റെ ആകെ പ്രിയപ്പെട്ട പൗരനായി ഈ രാജ്യം ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മഹാനായ വ്യക്തിയായിട്ടുള്ള ഗാന്ധിജിയെ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ലോകം അറിഞ്ഞത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് ഗാന്ധിജിയെയും ഇന്ത്യയിലെ ജനങ്ങളെയും ഈ രാജ്യത്തിൻ്റെ മഹത്തായിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഉൾക്കാമ്പിനെയും അവഹേളിക്കുന്നതാണ്. 1924 റോമൻ റോളണ്ട് ഗാന്ധിജിയെക്കുറിച്ച് പുസ്തകം എഴുതിയത്. എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് ഓർമ്മിക്കുക. ആ പുസ്തകത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ ദേശീയഗാനം എഴുതിയിട്ടുള്ള മഹാനായ വ്യക്തി മഹാത്മജി എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പുസ്തകം എഴുതിയിട്ടുള്ളത്. മഹാത്മജി എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറന്നുപോകരുത്, ഒരു പുസ്തകമല്ല ഗാന്ധിജിയെക്കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയത്, ഒന്നിലേറെ പുസ്തകങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ. അവിടെയും നിൽക്കുന്നില്ല. ദേശായി പുസ്തകം എഴുതിയിട്ടുള്ളത് ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയത് മഹാദേവ് ദേശായി 28 അപ്പോൾ 30കളിലും 20കളിലും 30കളിലും തന്നെ വിശ്വപ്രശസ്തരായിട്ടുള്ള പലരും ഗാന്ധിജിയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പരാമർശിക്കപ്പെട്ട ചില പേരുകളുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ. ശാസ്ത്ര ലോകത്ത് എക്കാലത്തും ആദരിക്കപ്പെടുന്ന ഈ ലോകത്ത് ഫിസിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഏതൊരാളുടെയും മനസ്സിൽ കത്തി നിൽക്കുന്ന പേരാണ് ഐൻസ്റ്റീൻ്റെ പേര്. ആ ഐൻസ്റ്റീൻ പറഞ്ഞത്, രക്തമുള്ള മജ്ജയും മാംസവുമുള്ള ഇത്തരത്തിലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്ന് 1000 വർഷത്തിന് ശേഷം ഈ ലോകത്തിന് വിശ്വസിക്കുക തന്നെ പ്രയാസമായിരിക്കും എന്നാണ് ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ. ഇന്ത്യയിലേക്കുള്ള എൻ്റെ യാത്ര അത് ഗാന്ധിജിയുടെ നാട്ടിലേക്കുള്ള തീർത്ഥയാത്രയായി ഞാൻ കാണുകയാണ് എന്ന് മാർട്ടിൻ ലൂതർ കിങ് പറയുകയുണ്ടായി. 40ലേറെ രാജ്യങ്ങൾ ഗാന്ധിജിയുടെ സ്റ്റാമ്പ് പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബർത്ത് സെന്റിനറിയുടെ വേളയിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രബല രാജ്യങ്ങളായി അറിയപ്പെടുന്ന USA-യും സോവിയറ്റ് യൂണിയനും ആ 2 രാജ്യങ്ങളും സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ചത് 69 മുമ്പാണ് എന്നുള്ളതും വിസ്മരിക്കരുത്. നോക്കൂ, ഇത്രയേറെ ലോകരാജ്യങ്ങളാകെ ആദരിച്ചിട്ടുള്ള ലണ്ടനിൽ ഗാന്ധിജിയുടെ പ്രതിമ അനാവരണം ചെയ്തിട്ടുള്ളത് ആ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നേരിട്ടായിരുന്നു എന്നുള്ളതും വിസ്മരിക്കരുത്. ഇവിടെ കാണേണ്ട എന്താണ്? ഗോഡ്സെയുടെ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്നവർക്ക് ഗാന്ധിജി അംഗീകരിക്കാനാവില്ല. അവർ ഓരോ തരിയിലും ഗാന്ധിജിയെ എങ്ങനെ അവഹേളിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെക്കുറിച്ച്, ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ലോകത്തിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി നടത്തിയിട്ടുള്ള സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്, അവിടെ അവഹേളിക്കപ്പെടുന്ന കറുത്തവന്റെ ശബ്ദമുയർത്തിയ ഗാന്ധിജിയെക്കുറിച്ച് ലോകത്താകെ ചർച്ചയായിരുന്നു. അതൊന്നും ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, ആ ലോകത്തിൽ നടന്നിട്ടുള്ള വർണ്ണ വിവേചനത്തിനെതിരായ സമരത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമില്ലാത്ത എൻ്റർ പൊളിറ്റിക്കൽ സയൻസ് ഇൻവേർട്ടർ കോമ എൻ്റർ പൊളിറ്റിക്കൽ സയൻസ് ആ വിദ്യാർത്ഥിക്ക് മനസ്സിലാവില്ല. ഒറ്റ സഹപാഠിയില്ലാതെ എൻ്റർ പൊളിറ്റിക്കൽ സയൻസിൽ PG എടുത്ത ആൾ ഇതിലും അപ്പുറത്തുമുള്ള വിവരക്കേടുകൾ പറയും. അങ്ങനെയുള്ള വാക്കുകൾ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഗോഡ്സെയുടെ ആ അനുയായികൾ, ആ ഗോഡ്സെയുടെ പാത പിന്തുടരുന്നവർ നമ്മളുടെ നാട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഗാന്ധിയെ കൊന്നതിന് ശേഷം ലഡു വിതരണം നടത്തി വരുന്ന ONV കുറിപ്പ് പറഞ്ഞിട്ടുള്ള ആ സംഘത്തിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും നാം പ്രതീക്ഷിക്കേണ്ടുന്ന കാര്യമില്ല. ശരി, ഓക്കെ. ഒന്ന് ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ എൻ്റെ പാസ്പോർട്ട് അങ്ങേക്ക് തരാം. അപ്പോൾ ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുമല്ലോ. ഞാൻ ദുബായിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ 4 തവണയെങ്കിലും പോയിട്ടുണ്ട്. ഒന്ന് അങ്ങയുടെ അഭിലാഷ് അങ്ങയുടെ വിദേശയാത്രയെ കുറിച്ചുള്ള ചർച്ചയായി ഇതിനെ ചുരുക്കരുത്. അതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് വന്നിട്ട് ഗാന്ധിജി നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങളെ അവഹേളിക്കരുത്. ഇല്ല, അല്ല, അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് എന്താ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞതല്ലേ, അതിനൊരു വരി പറയാം. അദ്ദേഹം മറുപടി പറയാതിരിക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാര്യം. ഞാനൊരു കാര്യം ക്ലാരിഫൈ ചെയ്ത് പോകണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഞാൻ ഒന്ന് ഏഷ്യ വിഷന്റെ അവാർഡ് വാങ്ങിക്കാൻ ദുബായിൽ പോയിട്ടുണ്ട്, മാക്സ് വിഷന്റെ അവാർഡ് വാങ്ങിക്കാൻ ദുബായിൽ പോയിട്ടുണ്ട്, മാസ് എന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനയുടെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ വീട് നിൽക്കുന്ന പുറത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രദേശവാസികളുടെ അവിടുത്തെ ഒരു പ്രാദേശിക കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ നിങ്ങൾ ഈ പറയുന്ന ഒരു സംഘടനയുടെ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. 2 തവണ അമേരിക്ക പോയിട്ടുണ്ട്, ഒരു തവണ എഡ്വാർഡ് ആർ മൂറോ ഫെലോഷിപ്പിന്റെ ഭാഗമായി പോയി, പിന്നെ IPCN എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ഈന്തപ്പഴം പോട്ടെ ഒരു ചായയെങ്കിലും വാങ്ങിച്ചു കുടിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ നിങ്ങൾ തെളിയിച്ചോ, പൊതുസമൂഹത്തോട് പറഞ്ഞോ, അന്വേഷണ ഏജൻസികളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ നയിച്ചു മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, ജോലിയെടുത്ത് മാത്രമേ ഏതെങ്കിലും തരത്തിൽ സമ്പാദിച്ചിട്ടുള്ളൂ. അതൊക്കെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാനും പരിശോധിക്കാനുള്ള എല്ലാ അവസരവും സാഹചര്യവും ഉണ്ടല്ലോ. യു ഡു ഇറ്റ് പ്ലീസ്. അത് ഒന്നാമത്തെ കാര്യം. അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്കാവാം, ഞാൻ അതിന് റെഡിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നേ വരെ 17 കൊല്ലമായിട്ട് വാർത്താ പ്രവർത്തനം നടത്തുന്നത് ഞാൻ വിശ്വസിക്കുന്ന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് മാത്രമാണെന്ന ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾക്കതിൽ സംശയമുണ്ടെങ്കിൽ യു ക്യാൻ അത് അന്വേഷിക്കാം. അത് ആണ് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലോസ് ചെയ്ത് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടെ ചർച്ച നടത്തിയ വിഷയത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഗാന്ധിജി പരാമർശ വിധേയമാകുന്നു എന്ന് പറയുമ്പോൾ ശ്രീ സന്ദീപ്, മുമ്പ് അമിത്ഷാ ഒരിക്കൽ ചതുരായി ബനിയ എന്ന് ഗാന്ധിജിയെ വിളിച്ചിട്ടുണ്ട്. കൗശലക്കാരനായ ബനിയ എന്ന് ഗുജറാത്തുകാരൻ തന്നെ അമിത്ഷാ വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് വളരെ ഡീപ്പായി മനസ്സിൽ കിടക്കുന്ന ഹേറ്റ്രഡ് ഇങ്ങനെ ഓരോ സന്ദർഭം വരുമ്പോൾ വ്യാജസ്തുതികൾ, നിന്ദാസ്തുതികൾ എന്ന് നമ്മൾ പറയില്ലേ, ആ രൂപത്തിൽ പുറത്തേക്ക് വരുന്നതാണോ? അഭിലാഷ് അല്പസമയം തരണം. ഇവിടെ അഭിലാഷ് നേരത്തെ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് താങ്കൾ എല്ലാ കാലത്തും മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടയാളാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ താങ്കളുടെ വ്യക്തിപരമായിട്ട് പറയാൻ ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷേ മുഴുവൻ മാധ്യമ ഫ്രട്ടേണിറ്റിയും പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ പറയാം നിങ്ങളെ കൂടി പറഞ്ഞതാണ്, നിങ്ങൾ ചേർത്ത് പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഫസൽ ഗഫൂറിന്റെ അടക്കമുള്ള പരാമർശങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും താങ്കൾ പറയാതെ തന്നെ അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുന്ന കാലമാണ് കടന്നു പോകുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അവരെങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സംഘടനകളുടെ പരിപാടികൾ പോയിട്ടുണ്ട്, ഇതെല്ലാം പരിശോധന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഏജൻസികളുടെ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അന്വേഷിക്കട്ടെ. എന്നിട്ട് ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. അത് അന്വേഷിക്കണമെന്ന് താങ്കൾ പറയുന്നു, അന്വേഷിക്കട്ടെ എന്ന് ഞാനും പറയുന്നു. അതവിടെ നിർത്തുന്നു. അടുത്ത കാര്യം അങ്ങ് പറഞ്ഞത് അങ്ങ് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ്. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയോട് ചേർത്തിട്ട് പറയാം, കോൺഗ്രസ് ആണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത്. ജമാഅത്തെ ഇസ്ലാമി തീവ്ര വർഗീയ സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശിലെ ഘടകമാണ്, അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ഘടകമാണ് 3 മില്യൺ ബംഗാളികളെ, അതായത് ബംഗാളി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് ലോകത്തിൽ ഹിറ്റ്ലറേക്കാൾ അധികം വലിയ കൂട്ടക്കൊല നടത്തിയത്, അതിന് നേതൃത്വം കൊടുത്തത് ഇവിടെ കിഴക്കൻ പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ബംഗ്ലാദേശിലെ കോടതി വിധിച്ചപ്പോൾ അതിനെതിരായി പ്രതികരിച്ചത് ഒന്ന് കേരളത്തിലെ മാധ്യമം ദിനപത്രവും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും. അന്ന് മീഡിയ വൺ ചാനൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇവരെല്ലാവരും വാസ്തവത്തിൽ ഒരേ സംഘടനയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതെല്ലാം ഒരേ സംഘടനയാണ്, ഒരേ ഫൗണ്ടറാണുള്ളത്, മൗദൂദിയാണുള്ളത്. ആ മൗദൂദിയുടെ മീഡിയ വൺ ചാനലായിരുന്നു മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന അഭിലാഷ് മോഹൻ നേരത്തെ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് വല്ലാതെ മൂല്യാധിഷ്ഠിത പത്രത്തെ കുറിച്ചൊന്നും ക്ലാസ് എടുക്കരുത്. താങ്കൾ അവരുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയുടെ അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിയുള്ള സംഘടനയുടെ പേറോളിൽ ഉണ്ടായിരുന്നയാളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമല്ല മീഡിയ വൺ ചാനൽ. അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ്. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഈ മാനേജ്മെന്റ് ലെവലിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ ചാർജസ് ഒക്കെ പറഞ്ഞല്ലേ സന്ദീപ് വാര്യരെ ആ ചാനൽ നിരോധിച്ചതിന് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ടല്ലോ. സുപ്രീം കോടതിയുടെ ഉത്തരവ് വായിച്ചില്ലേ നിങ്ങൾ? ഒരുപാട് ബുദ്ധിമുട്ടില്ല. എന്താണ് ഈ പറഞ്ഞ രാജ്യവിരുദ്ധ ഭീകര പ്രവർത്തനമൊക്കെ കോടതിയിൽ സ്ഥാപിക്കാൻ കഴിയാതിരുന്നത്? അങ്ങനെ ഒരു സ്ഥാപനത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാമോ ഒരു രാജ്യത്ത്? ഈ രാജ്യത്തിന്റെ അഖണ്ഡത ചോദ്യം ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ പൂട്ടണ്ടേ? പറ്റിയില്ലല്ലോ. സുപ്രീം കോടതി ഉത്തരവുണ്ടല്ലോ. അപ്പൊ അത്രയും ആളുകൾക്ക് അറിയാവുന്നതാണ്. ഇനി ഗാന്ധിജിയുടെ കാര്യം ഞാൻ പറയാം. അതിലേക്ക് വരാം. ഒരു 30 സെക്കൻഡ് അവസാനിപ്പിക്കാം. ഞാൻ മീഡിയ വണ്ണിൽ നടന്നിട്ടുള്ള ഭീകരപ്രവർത്തനത്തെ കുറിച്ച് അല്ല പറഞ്ഞത്. അതിന്റെ ഫൗണ്ടർമാരായിട്ടുള്ള നിങ്ങൾക്ക് ശമ്പളം തന്നിരുന്ന അതിന്റെ മാനേജ്മെന്റിൽ ഉണ്ട് എന്ന് അഭിലാഷ് തന്നെ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ നടത്തിയിട്ടുള്ള 3 മില്യൺ ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയെ കുറിച്ചാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം കിഡ്നി ആവശ്യമുണ്ട് എന്ന് പരസ്യം കൊടുക്കാൻ മടിയില്ലാത്ത മാധ്യമ ദിനപത്രത്തിന്റെ ഓണർമാരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം കിഡ്നി ആവശ്യമുണ്ട് എന്ന് പരസ്യം കൊടുക്കാൻ മടിയില്ലാത്തവരാണ്. ഇപ്പൊ ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് എന്റെ ഒരു മൂല്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അങ്ങനെ മൂല്യ വിരുദ്ധമായ ഞാൻ പറഞ്ഞെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതാ ഞാൻ പറയുന്നത്.
അല്ല, ഞാൻ പറയുന്നത് ഈ കള്ള് ഷാപ്പിൽ ജോലി ചെയ്തതിനു ശേഷം മദ്യനിരോധനത്തെ കുറിച്ച് പ്രസംഗിക്കരുത്, അത്രേ പറയാനുള്ളൂ. അല്ല, ഇതിൽ കള്ള് ഷാപ്പ് മദ്യമൊന്നുമില്ല. ഞാൻ താങ്കൾ ഈ പറയുന്ന മദ്യത്തെ കുറിച്ച് പ്രസംഗിക്കരുത്, ഇത്രേ പറയാനുള്ളൂ. അല്ലല്ല, ഞാൻ പറയുന്ന മൂല്യത്തിന് ഒറ്റ വാചകമേ ഉള്ളൂ. ഞാൻ പറയുന്ന മൂല്യത്തിന് വിരുദ്ധമായ ഒരു വാചകം കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി സന്ദീപിന് ചൂണ്ടിക്കാണിക്കാം. ഞാൻ അതിനും ഓപ്പൺ ആണ്. അതിൽ എനിക്കൊരു പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതുപോലെ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് നിരോധിച്ച സംഘടനയാണ് RSS. ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച 1975-ലും RSSനെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോ അതൊക്കെ നമുക്ക് ഇപ്പോ നിങ്ങളും അവരും തമ്മിലുള്ള പോരാട്ടം ഏത് നിലയിൽ സമൂഹം കാണണമെന്നുള്ളത് വേറെ വിഷയം. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ് ഗാന്ധിയോട് ഇത്ര ഡീപ്പ് റൂട്ടഡ് ആയ ഹേറ്റ്രഡ് എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ അത് അവസാനിപ്പിച്ചു വന്നേ. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ അവരെ പോലെ സംഘടനയുടെ സ്ഥാപനത്തിൽ ജോലി ശേഷം മതേതരത്വവും മൂല്യമൊന്നും പറയണ്ട, അത് പറയണ്ടെന്നേ ഉള്ളൂ. സന്ദീപേ, താങ്കൾ തന്നെയല്ലേ പണ്ട് എന്താണ് പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, കാശ്മീരികളെ എങ്ങനെയോ കൊല്ലണം എന്നൊക്കെ. അതൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് പോണോ? ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലല്ലോ. അപ്പൊ വേറെ ഏതെങ്കിലും സന്ദീപായിരിക്കും. അത് ഫേക്ക് ആയിരുന്നു എന്നുള്ളത് അല്ല, അത് ഫേക്ക് ആയിരുന്നു എന്നുള്ളതിന്റെ എനിക്കെതിരെ നടത്തിയില്ല. അല്ല, അത് ഫേക്ക് ആയിരുന്നു എന്നുള്ളതിന്റെ നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഗാന്ധിജിയെ കുറിച്ച് പറയാം. നെറ്റ് കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം ഉണ്ടാക്കിയതിൽ ഏറ്റവും അധികം തവണ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷനുകൾ കണ്ടെത്തിയിട്ടുള്ള സംഘടനയുടെ പേരാണ് RSS. നമ്മൾ അത്രയും രൂക്ഷമായിട്ടൊക്കെ ചർച്ച ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഗാന്ധിജിയുടെ കാര്യം പറയാം. അല്ല, അഭിലാഷ് പറഞ്ഞ കണക്ക് എവിടുത്തെന്ന് എനിക്കറിയില്ല. അഭിലാഷ് വേറെ വല്ലയിടത്തും വായിച്ച കണക്കെടുത്ത് എത്രയോ ഇന്ത്യൻ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷനുകൾ. അല്ല, അഭിലാഷേ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ നിങ്ങൾ കണക്കുദ്ധരിക്കുന്ന സമയത്ത് അത് ആധികാരികമായിട്ടുള്ള കണക്കായിരിക്കണം. നിങ്ങൾക്ക് സൗകര്യമുള്ള ആളുകൾ എഴുതിയ കണക്കെടുത്ത് കൊണ്ടുവന്ന് പറയരുത്. ഇനി ഇവിടെ ശിവദാസൻ പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ പറയട്ടെ. ശിവദാസൻ പറഞ്ഞൊരു കാര്യം എന്താ? ശിവദാസൻ പറഞ്ഞത് അദ്ദേഹം ക്ലാരിഫിക്കേഷൻ ചെയ്യണം. ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞത് ആരാണെന്ന് അദ്ദേഹം ഒന്ന് ഈ ചർച്ചയിൽ പറയണം. കാരണം അതിന്റെ സത്യാവസ്ഥ അഭിലാഷിന് പറയുന്നുണ്ടായിരിക്കും. അത് ആര് പറഞ്ഞതാണ്, അത് ഏത് സാഹചര്യത്തിൽ ഞാൻ കോട്ട് ചെയ്തതാണ് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞത് തെറ്റാണെങ്കിൽ ശിവദാസൻ അറിയേണ്ടത് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിൽ സഹപ്രവർത്തകനായിട്ടുള്ള സ്വരാജ് ആണത് പറഞ്ഞത്. ഒരു ചർച്ചയിൽ സ്വരാജാണ് ആ കാര്യം പറഞ്ഞത്. സ്വരാജ് പറഞ്ഞത് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി കോട്ട് ചെയ്ത എന്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റി, അടർത്തിയെടുത്ത് മാറ്റി. ഇപ്പൊ ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള മോദി ഗാന്ധിയെ വിമർശിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു കള്ള വ്യാഖ്യാനം ചമച്ച് നടത്തുന്ന ചർച്ചയുണ്ടല്ലോ, അതുപോലെ നിങ്ങളുടെ ആളുകൾ നടത്തിയിട്ടുള്ള പ്രചരണം മാത്രമാണ് അത്. ശിവദാസൻ വസ്തുതകൾ പഠിച്ച ശേഷം പറയണം. സ്വരാജിനോട് ചോദിച്ചു നോക്ക്, കുണ്ടന്നൂർ MLA യോട് ചോദിച്ചു നോക്ക്, ആരാണത് പറഞ്ഞത്. മനോരമ നടത്തിയ ചർച്ചയിൽ സ്വരാജ് പറഞ്ഞ കാര്യം ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയണം. ഈ സൈബർ അന്തംഗമ്മികൾ പറയുന്ന കാര്യങ്ങൾ, പടച്ചുവിടുന്ന കാര്യങ്ങൾ ഒരു ചർച്ചയിൽ കൊണ്ടുവന്ന് ഛർദ്ദിക്കരുത്. അതാണ് പറയാനുള്ളത്. ഇനി ജ്യോതികുമാർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ജ്യോതികുമാർ പറഞ്ഞ കാര്യങ്ങളെ യോജിക്കുകയാണ്. ലോകത്തെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടൈം മാഗസിനിൽ ഗാന്ധിജിയെ കുറിച്ചുള്ള ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഒരു നോർത്ത് അമേരിക്കയിലുള്ള ഒരു സാധാരണക്കാരായ മനുഷ്യൻ ടൈം മാഗസിൻ വായിച്ചിട്ടോ, ടോൾസ്റ്റോയ് പറഞ്ഞത് വായിച്ചിട്ടോ, ഐൻസ്റ്റീൻ പറഞ്ഞത് കേട്ടിട്ടോ ഗാന്ധിയെ വിലയിരുത്തില്ലല്ലോ. അവരിലേക്ക് ഗാന്ധിയെ എത്തിക്കാൻ നമ്മൾക്ക്, അതായത് വിദേശികൾ ഗാന്ധിയെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ പോലും നമുക്ക് ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പരാജയം സംഭവിച്ചു. നമ്മൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കണമായിരുന്നു. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം ഗാന്ധിയൻ തത്വങ്ങളിലുണ്ട് എന്ന് വളരെ പോസിറ്റീവായി പറഞ്ഞൊരു കാര്യത്തെ ഈ തരത്തിൽ വളച്ചൊടിച്ച് വക്രീകരിച്ച് ചർച്ച ചെയ്യുന്നത് വാസ്തവം നിങ്ങൾക്ക് ഗാന്ധിയോട് ബഹുമാനമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഗാന്ധിയെ ആരൊക്കെ വിമർശിച്ചു എന്നുള്ള കാര്യം, വാർധയിലെ കള്ളസന്യാസി എന്ന് മഹാത്മാഗാന്ധിയെ ആക്ഷേപിച്ച് കമ്മ്യൂണിസ്റ്റുകാരൊന്നും അക്കാര്യത്തിൽ ട്യൂഷൻ എടുക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ശിവദാസൻ മനസ്സിലാക്കിയാൽ മതി. ഗാന്ധി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധിയെ പുലഭ്യം പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാര് ഞങ്ങൾക്കൊരിക്കലും ഗാന്ധിയെ കുറിച്ച് ട്യൂഷൻ എടുക്കണ്ട. RSSകാരന്റെ എല്ലാ ദിവസവും ഉള്ള പ്രാതസ്മരണയിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരാണ് മഹാത്മാഗാന്ധിയുടേത്. എല്ലാ ദിവസവും ആദരിക്കേണ്ട പ്രഗത്ഭരായിട്ടുള്ള ഭാരതീയരുടെ പേരിൽ അതിൽ മഹാത്മാഗാന്ധിയും ഭഗത് സിംഗും ഉൾപ്പെടെയുള്ള എല്ലാ പ്രഗത്ഭരുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഗാന്ധിയെ സ്മരിക്കുന്നത് 500ന്റെ നോട്ട് കാണുമ്പോൾ മാത്രമാണ്.
കോൺഗ്രസ്സുകാർ ഗാന്ധിയെ സ്മരിക്കുന്നത് 500 നോട്ട് കാണുമ്പോഴാണ്. ഞങ്ങൾ ഗാന്ധിയെ എല്ലാ ദിവസവും സ്മരിക്കുന്നുണ്ട്. ഗാന്ധിയൻ ആദർശങ്ങൾ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഗാന്ധിയുമായി പല വിഷയങ്ങളും ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് സ്വല്പം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലേശമെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ താങ്കൾ പറയുമോ? ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇപ്പോഴും ഈ 2014 ശേഷം ഗോഡ്സെക്ക് വേണ്ടി ഗോഡ്സെയെ അനുകൂലിക്കുന്നവർ, ഗാന്ധിജിയെ ഇകഴ്ത്തുന്നവർ, അതിന്റെ നിങ്ങൾ RSSകാരും BJP-കാരും, നിങ്ങൾ RSSകാരും BJP-കാരും എത്ര എംപിമാരാണ് മഹാത്മാഗാന്ധിയുടെ മഹത്വം പറയുന്നില്ല. കാരണം അങ്ങനെയുള്ളത് ഇല്ലല്ലോ. നിങ്ങൾ കഷ്ടം നട്ടാൽ കുരുക്കാത്ത നുണ ഇങ്ങനെ വന്നെന്ന് പറയാൻ സന്ദീപ് വാര്യനെ കഴിയൂ. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. താങ്കൾ അല്ല സന്ദീപ് പറഞ്ഞ ഒറ്റ ചോദ്യം. പ്രധാനമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ആയിക്കോട്ടെ, പ്രധാനമന്ത്രി പറഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും കേട്ടാൽ മനസ്സിലാവില്ലേ? ഒറ്റ ചോദ്യം. പ്രധാനമന്ത്രി അല്ല താങ്കൾ പറയുന്നു ഒന്നുകിൽ അഭിലാഷ് ഇടപെടുക, അല്ല അഭിലാഷ് എന്നെ പുലഭ്യം പറയും നിങ്ങൾ കേട്ടോണ്ടിരുന്നല്ലോ. പുലഭ്യം ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ലല്ല ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു അല്ലല്ല ജോലി ഒരു വാചകമില്ല. ഞാൻ പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ പറ. എന്റെ സമയം കഴിഞ്ഞ് നിങ്ങൾ പറ. എന്റെ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും. സ്വാതന്ത്ര്യം കിട്ടി 60 വർഷക്കാലം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഗാന്ധിയൻ ആദർശങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ പദ്ധതികൾക്കും നെഹ്റു കുടുംബത്തിന്റെ ആളുകളുടെ പേരുകാട്ടത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഗാന്ധിയെയും നിങ്ങൾ തിരസ്കരിച്ചു. ഗാന്ധിയുടെ ഒരു ചിത്രം പോലും കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും വെക്കാറില്ല. അവിടെ മുഴുവൻ നെഹ്റു കുടുംബത്തിന്റെ അവദാനങ്ങളാണ് നിങ്ങൾ വാഴ്ത്തിപ്പാടാറുള്ളത്. അവിടെയാണ് നരേന്ദ്രമോദി വ്യത്യസ്തനായത്. മോദി അധികാരത്തിൽ വന്നപ്പോൾ ഗാന്ധി അടക്കം, സർദാർ പട്ടേൽ അടക്കം, അംബേദ്കർ അടക്കം നിങ്ങൾ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞ മുഴുവൻ ദേശീയ നേതാക്കളെയും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി അവർക്ക് ആദരവ് കൊടുത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഓരോ പദ്ധതിയിലും ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പദ്ധതി കൊണ്ടുവന്നു. നിങ്ങൾ എന്ത് ചെയ്തു? അന്താരാഷ്ട്ര യോഗ ദിനം തുടങ്ങി 10 അന്താരാഷ്ട്ര യോഗ ദിനം ഒരു അന്താരാഷ്ട്ര യോഗ സ്വച്ഛ ഭാരതുമായി ബന്ധപ്പെട്ട് സ്വച്ഛ ഭാരത് പദ്ധതിയുമായി ഒരു സെക്കൻഡ് അഭിലാഷേ, സ്വച്ഛ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമെങ്കിലും 10 വർഷക്കാലം ഈ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ടോ? ഗ്രാമീണ മേഖലയിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ശാക്തീകരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യമെങ്കിലും ആദർശ ഗ്രാമ പദ്ധതി ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഞങ്ങൾ ഗാന്ധിയെ നിത്യം സ്മരിക്കുന്നവരാണ്. നിങ്ങളെ ഗാന്ധി സോണിയാഗാന്ധിയാണ്. നിങ്ങൾ ഗാന്ധിയെ തള്ളി പറഞ്ഞവരാണ്. ഞാൻ ഒറ്റ ചോദ്യം, സവർക്കറുടെ ഫോട്ടോ ഗാന്ധി ഓർത്തിട്ടില്ല. കോൺഗ്രസിനെ പിരിച്ചുവിടാൻ വന്നവരല്ലേ? ഗാന്ധി കോൺഗ്രസിനെ പിരിച്ചുവിടാൻ പറഞ്ഞാലേ? കോൺഗ്രസിനെ പിരിച്ചുവിടാൻ പറഞ്ഞാലേ? ഇതന്നെയാണ് അപമാനിക്കാൻ കഴിയുമോ അവിടെയൊക്കെ അപമാനിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് താങ്കൾ വലിയ മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്തൊരു സ്നേഹം. ഇത് ആരാ മഹാത്മാഗാന്ധി എവിടെ വെച്ച് വന്നത്? ആരാ മഹാത്മാഗാന്ധി എവിടെ വെച്ചത്? ഒറ്റ ചോദ്യത്തിന് മറുപടി വന്നാൽ മതി. അയാളെ ആരാ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? അയാൾ ഏത് സംഘടനയെ പറ്റിയ ആളായിരുന്നു? അത് മാത്രം മതി മറുപടി. കേരളത്തിൽ കേൾക്കുന്ന ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അത് മാത്രം മതി സന്ദീപ്. എനിക്ക് മറുപടി ആയിട്ട് അത് മാത്രം മതി. ഒറ്റ ചോദ്യം. താങ്കൾ പിന്നെ ഈ സേവനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പൊ എന്താ? അതിന്റെ പേരെന്താ? ആരാ പേര് മാറ്റിയത്? ഞങ്ങളാണോ മാറ്റിയത്? അത് മതി എനിക്ക് ബാക്കി ജനങ്ങളെ ബോധ്യപ്പെടുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന മറുപടികൾ അതൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഈ രണ്ട് ചോദ്യം കൊണ്ട്, ഈ രണ്ട് ചോദ്യത്തിന്റെ മറുപടി കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകും നിങ്ങളുടെ മഹാത്മാഗാന്ധിയോടും അതുപോലെ ദേശീയ നേതാക്കന്മാരോടുമുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് എന്ന്.
മനസ്സിലായില്ലേ? ഇവിടെ ഗോഡ്സെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന് നമുക്കറിയാം. ഇവിടെ പാർലമെന്റിന്റെ ഹാളുകളിൽ RSSന്റെയും ജനസംഘത്തിന്റെയും ഒക്കെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചത് ഈ മഹാത്മാഗാന്ധിയെ ഉൾപ്പെടെ എന്താ പറയുന്നത് ഇക്വലൈസ് ചെയ്യാൻ ശ്രമിച്ച നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അപ്പോൾ ഇതുപോലെ പ്രധാനമന്ത്രിക്ക് ഒന്നുകിൽ വിവരക്കേട് പറയുന്നു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്നു. ഇതിൽ ഏതാണ് എന്ന് BJP നേതൃത്വം പറഞ്ഞാൽ മതി. ഇതിൽ ഏതാണ് സംഭവിച്ചെന്ന് BJP നേതൃത്വം പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ വിവരക്കേടാണെങ്കിൽ അദ്ദേഹം ആ കസ്റ്റഡിയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇനി അദ്ദേഹത്തെ മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ അത് അപരാധമാണ്, ഇന്ത്യയോട് ചെയ്യുന്ന അപരാധമാണ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനോട് ചെയ്യുന്ന അപമാനമാണ്. അതിന് മറുപടി അർഹിക്കുന്നില്ല. കാരണം ഇത്രയേറെ ലോകം ഇത്രയേറെ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തി, ആ വസ്ത്രധാരി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ലോകത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സേവനം, മഹത്വം, അദ്ദേഹത്തിന് കൊടുത്തുള്ള ലോകം നൽകിയിട്ടുള്ള ബഹുമാനം, അത് തൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ഈ പ്രധാനമന്ത്രി ഇന്ത്യക്ക് അപമാനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ കൂടുതലൊന്നും താങ്കളുടെ പിന്നെ വന്നിരുന്ന് ഘോരഘോരം ഞങ്ങളിങ്ങനെ മഹാത്മാഗാന്ധി അങ്ങ് എല്ലാ ദിവസവും രാവിലെ ഓർക്കുന്നുണ്ട്. എന്താണ് ഗോഡ്സെ വെടിവെച്ചൊന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? ഗോഡ്സെയാണ് വെടിവെച്ചൊന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? നിങ്ങൾ എന്തായി പറയുന്നേ? ഞങ്ങൾ എല്ലാ ദിവസവും മഹാത്മാഗാന്ധിക്ക് വേണ്ടി പിന്നെ സ്തുതിഗീതം പാടുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങളെ പുച്ഛിച്ച് തള്ളും. സന്ദീപേ, നിങ്ങളെ പുച്ഛിച്ച് തള്ളും. നിങ്ങൾ ആ മഹാത്മാവിനോട് ചെയ്തിട്ടുള്ള പ്രവൃത്തി ഉണ്ടല്ലോ, അത് മനുഷ്യന്റെ മനസ്സിൽ അദ്ദേഹം ഹേ റാം എന്ന് വിളിച്ച് കിടക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, ഇന്നും നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളു പെടയും. മനുഷ്യനത് ചെയ്യാൻ കഴിയില്ല, മൃഗങ്ങൾക്കേ കഴിയൂ. മൃഗങ്ങൾ പോലും ഇതിന് കേസെടുക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാം അതിലുണ്ട്. ശരി, ഡോക്ടർ വി ശിവദാസൻ, ഇതിപ്പോ പ്രധാനമന്ത്രി മണ്ടത്തരം പറഞ്ഞു എന്നുള്ള മട്ടിൽ പല ആളുകളും ഇതിനെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ലാഘവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണോ ഇത്? നോക്കൂ, ഗാന്ധി ഗാഥകരുടെ മുഖ്യ സൂത്രധാരൻ എന്ന് ജസ്റ്റിസ് ജീവൻലാൽ കപൂർ കണ്ടെത്തിയ ആളാണ് VD സവർക്കർ. ആ സവർക്കറുടെ ഫോട്ടോ വാജ്പേയി ഭരിക്കുന്ന കാലത്താണ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചത്. ആ സവർക്കറുടെ പേരിൽ പോർട്ട് ബ്ലെയറിൽ ഒരു എയർപോർട്ട് ഉണ്ട്. അത് ഐഡിയോളജിക്കലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില ഉദ്ധരണികൾ ഉണ്ടല്ലോ. ഗോഡ്സെ മരിക്കുന്നത്, ഗോപാൽ ഗോഡ്സെയുടെ ഒരു പുസ്തകമുണ്ട്, എങ്ങനെയാണ് തന്റെ സഹോദരൻ നാഥുറാം തൂക്കിലേറുന്നതെന്ന്. RSSന്റെ ഗണഗീതം പാടിക്കൊണ്ടാണ് തൂക്ക് വരിച്ചതെന്നാണ് അദ്ദേഹം വളരെ വികാര നിർഭരനായി പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗാന്ധിയെ കുറിച്ചുള്ള പരാമർശം അങ്ങനെ നാക്കുപിഴയോ തമാശയോ ഒക്കെ ആയി കാണുന്നത് ഒരു ലാഘവത്വമല്ലേ? ഗാന്ധിജിയെ നിരന്തരം അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് RSSന്റെ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ്. ഗാന്ധിജിയെ ജനമനസ്സുകളിൽ നിന്ന് ഇല്ലാതാക്കാൻ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച വിശ്വമാനവികതയുടെ മഹാമുദ്രാവാക്യം, അത് ഹിന്ദുവിനെയും മുസൽമാനെയും എല്ലാ ജാതി മതസ്ഥരെയും യോജിപ്പിക്കുന്ന മഹത്തായിട്ടുള്ളൊരു സന്ദേശമാണ്. ആ സന്ദേശത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് RSSന് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ RSS എന്താണ്? BJPയും RSSും ഗാന്ധിജിക്കെതിരായി പെരുന്നുണകളുടെ ബോംബുകൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് അവർ അതെല്ലാം നിഷേധിക്കുന്നതിനും ആ പറഞ്ഞതൊക്കെ അശേഷൻ ലജ്ജയില്ലാതെ നിഷേധിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളിലെല്ലാം ഒന്നിലേറെ തവണ പ്രസിദ്ധീകരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് BJPയുടെ പ്രതിനിധി പറയുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. 1982 സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജിയെ ആർക്കും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ വാക്ക് നിഷേധിക്കുകയാണ്. ഗാന്ധിജിയെ അറിഞ്ഞില്ലായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നതിന് ഒരു താല്പര്യമുണ്ട്. ഗാന്ധിജി ഇനി അറിയപ്പെടേണ്ട ആളല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ്. ഗാന്ധിജിയെ അവഹേളിക്കുന്നത് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. നാഥുറാം ഗോഡ്സെ അദ്ദേഹം ഗാന്ധിജിയുടെ പുത്രനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെതല്ല, രാഷ്ട്രീയമാണ് കൊല്ലുന്നതിനുള്ള കാരണമെന്നുള്ളത്. ആ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം സവർക്കറാൽ നയിക്കപ്പെട്ട രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം RSS ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ്. സവർക്കറിന് പ്രതിമ നിർമ്മിച്ചു കൊടുത്തവർ, ഗോഡ്സെയ്ക്ക് അമ്പലം നിർമ്മിച്ചു കൊടുത്തവർ, ഗോഡ്സെയെ ആദരിക്കുന്നതിന് വേണ്ടി നാടുനീളെ സർക്കുലർ ഇറക്കിയെന്ന് പറയപ്പെടുന്നവർ, ഗാന്ധിജി കൊല ചെയ്യപ്പെട്ട ദിവസം ലഡു വിതരണം നടത്തിയെന്ന് ONV കുറുപ്പ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു സംഘടന, ആ സംഘടനയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഈ രാജ്യത്തിലെ ജനാധിപത്യകാംക്ഷികളായിട്ടുള്ള സകല ആളുകളുടെയും ചുമതലയാണ്. ഇവർ ചർച്ചകളിൽ വിഷയത്തിൽ നിന്ന്, അഭിലാഷ് പറയാതിരിക്കാൻ പറ്റില്ല, വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇവരെല്ലായിടത്തും നടത്തുകയാണ്. എന്താണ് നമ്മളുടെ ഇന്നത്തെ ഉൾപ്പെടെയുള്ള കാതലായിട്ടുള്ള വിഷയം? നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂ ആണ്. മോദി അതിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്ക് ഇതാ
പത്രങ്ങളെല്ലാം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ടെക്സ്റ്റ് ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ മറുപടി പറയാൻ കഴിയാത്തത്, നുണ പറയുന്നതിന് അശേഷം മടിയില്ലാത്തവരാണ് RSSന്റെ രാഷ്ട്രീയം പിൻപറ്റുന്നവരെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സവർക്കറിനെ ഒരേ സമയത്ത് മഹാനായി പറയുകയും അദ്ദേഹത്തിന്റെ പേരിൽ എയർപോർട്ട് ഉണ്ടാക്കുകയും എന്നാൽ ചില വേളകളിൽ ആ സവർക്കറിനെ കുറിച്ചുള്ള വിമർശനം മാപ്പെഴുതിയത് പറഞ്ഞതിനെ കുറിച്ച് 7 തവണ ബ്രിട്ടീഷുകാരുടെ കൽക്കലിൽ വീണ് കേണപേക്ഷിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ സവർക്കർ ചിലർപ്പോഴെങ്കിലും സവർക്കർ ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നതിനും ഇവർ തയ്യാറാണ്. നമുക്ക് സമയം അവസാനിക്കുമ്പോൾ സന്ദീപ് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയ പുസ്തകം അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നതിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മുസ്ലിം ബന്ധത്തെക്കുറിച്ച് വളരെ കൗതുകകരമായി ചില കാര്യങ്ങൾ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരെ RSSകാരെയൊക്കെ ഒരുമിച്ചാണ് ഇന്ദിരാഗാന്ധി ജയിലിലിട്ടിരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് റംസാൻ സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ നോമ്പെടുക്കുമ്പോൾ അവർക്ക് 4 മണിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ 2 മണിക്ക് എഴുന്നേറ്റ് അവിടെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിനെ കുറിച്ച് മോദിജി പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. താങ്കൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും താങ്കൾ ഈ പറഞ്ഞ ബംഗ്ലാദേശിലും മറ്റ് പാകിസ്ഥാനിലും ഒക്കെ ഘോര കുറ്റകൃത്യങ്ങൾ ചെയ്ത ജമാഅത്തെ ഇസ്ലാമിക്ക് ബിരിയാണി വെച്ചു കൊടുത്തത് ഞാനല്ല, നരേന്ദ്രമോദിയാണ്. അദ്ദേഹം തന്നെ സ്വന്തം പുസ്തകത്തിൽ അവകാശപ്പെടുന്ന കാര്യമാണ്. പിന്നെ ഇതേ ജമാഅത്തെ ഇസ്ലാമിക്കാരെ 6-7 മാസം മുമ്പ് അങ്ങോട്ട് പോയി കണ്ട് ചർച്ച നടത്തിയ ആളുടെ പേര് ഇന്ദ്രേഷ് കുമാർ എന്നാണ്. ഇന്ദ്രേഷ് കുമാർ മാതൃഭൂമിയിലെ ജോലിക്കാരനല്ല, അദ്ദേഹം RSSന്റെ നേതാവ് എന്നാണ്. അപ്പൊ അത്രയും കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അല്ല, അതിൽ അവസാനിപ്പിക്കേണ്ട. കാരണം എന്താ അറിയോ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ സെല്ലിൽ കൊണ്ടുവന്നിട്ടത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല. ഞങ്ങൾ കിടക്കുന്ന സെല്ലിൽ CPM-കാരുണ്ടായിരുന്നു. പിണറായി വിജയൻ അടക്കമുള്ളവർ പലരും കാലത്ത് പരസ്പരമുള്ള ആര് ബിരിയാണി വെച്ചു കൊടുത്തു? ഞാൻ ബാക്കി പറയട്ടെ. ഞാൻ പറയട്ടെ. ഞാൻ ബാക്കി പറഞ്ഞോട്ടെ. അവസാന നിമിഷം കയറിയിട്ട് വർത്താനം പറയില്ല. ഞാൻ ബാക്കി കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ ശിവദാസൻ പറഞ്ഞതിനും അവരെ ചാമക്കാല പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്. ചാമക്കാല ചോദിച്ചു ആരാണ് ഗാന്ധിയെ കൊന്നു വെച്ചു. കൊന്നത് നാഥുറാം ഗോഡ്സെയാണ്. നാഥുറാം ഗോഡ്സെയുടെ സംഘടന പേര് ഹിന്ദു മഹാസഭ എന്നായിരുന്നു. ആ ഹിന്ദു മഹാസഭയെ നിങ്ങൾ നിരോധിച്ചില്ല. ഹിന്ദു മഹാസഭയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP ആക്കി മാറ്റി ആദരിച്ചു. ഗാന്ധി വധത്തിന്റെ സമയത്ത് ലോകത്ത് അനുശോചനം അറിയിക്കാത്ത ഒരേ ഒരു ലോക നേതാവിന്റെ പേര് റഷ്യയുടെ നേതാവായിരുന്ന സ്റ്റാലിൻ എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ട് സ്റ്റാലിൻ അന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചില്ല എന്നുള്ളതിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് മറുപടി പറയേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം പറ്റുകയും ബ്രിട്ടീഷുകാരുടെ ആനുകൂല്യം സ്വീകരിക്കുകയും ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതുകയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ക്വിറ്റ് ഇന്ത്യ സമരക്കാരെ ഒറ്റ കൊടുത്തതിന് പാരിതോഷികം വാങ്ങുകയും അവരുടെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങുകയും അങ്ങനെ പത്രം അച്ചടിക്കുകയും പത്രം തുടങ്ങുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇതിന്റെ പേരിൽ നിങ്ങൾ അല്ലാതെ കേസ് സമയമില്ലാത്തതുകൊണ്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് കത്തിന്റെ കാര്യം പറയുന്നത്. ഞങ്ങൾ ഒറ്റ കൊടുത്തിട്ടില്ല. എതിർപ്പുണ്ടായിരുന്നു. ഞങ്ങൾ തടസ്സപ്പെടുത്തരുത്. കൊടുത്തിട്ടുണ്ടോ? ബ്രിട്ടീഷുകാർക്ക് കത്തയച്ചതും ഒറ്റ കൊടുത്തും കമ്മ്യൂണിസ്റ്റുകാരാണ്. ഗോൾവാൾക്കർ പണം വാങ്ങിയത് ചില കോൺഗ്രസ്സുകാർ എന്ന് പറയുന്ന ആളുകൾ ഈ രാജ്യത്തെ ഈ തെമ്മാടികളെ പിടിച്ച് അകത്തിട്ട് ഈ രാജ്യത്തെ രക്ഷിക്കൂ എന്ന് ബ്രിട്ടീഷുകാർക്ക് കത്തയച്ചത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. ശ്യാമപ്രസാദ് മുഖർജിയാണ്. മുസ്ലിം ലീഗിന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന എന്തായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി അയച്ച കത്ത് ചരിത്രരേഖയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്തു. കമ്മ്യൂണിസ്റ്റുകാർ പണം വാങ്ങിയ ചരിത്രരേഖയാണോ? ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്തു എന്ന് ബ്രിട്ടീഷുകാർക്ക് കത്തയച്ച ആളുടെ പേര് ശ്യാമപ്രസാദ് മുഖർജി എന്നാണ്. ആ ശ്യാമപ്രസാദ് മുഖർജി ഉണ്ടാക്കിയ പാർട്ടിയാണ് ജനസംഘം. ആ ജനസംഘാണ് BJP. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്തി ഈ രാജ്യത്തെ രക്ഷിക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് കത്തയച്ച ആളുടെ പേര് ശ്യാമപ്രസാദ് മുഖർജി. ആ ശ്യാമപ്രസാദ് മുഖർജി ഉണ്ടാക്കിയ പാർട്ടി ജനസംഘം. ആ ജനസംഘത്തിന് ഇപ്പോഴത്തെ പേര് BJP. ഇത്രയേ ഉള്ളൂ സംഭവം. കമ്മ്യൂണിസ്റ്റുകാർ പണം വാങ്ങിയിട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ശിവദാസൻ പറയും. എനിക്കിനി സമയം 8:33 ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. വളരെ നന്ദി. അവസാനിക്കുന്നു. നമസ്കാരം.